ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ മനു വിളിക്കുമ്പോൾ മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അപ്പോൾ എനിക്ക് പാലയിൽ തന്നെ നിൽക്കേണ്ട, പാലാ ദേശത്തു നിന്ന് തന്നെ പോകണം എന്നൊക്കെ പറയുകയാണെ. അത്രയ്ക്ക് ദേഷ്യമായോ ഞങ്ങൾ പാലക്കാരോടെന്നൊക്കെ ചോദിക്കുകയാണെ. ദേഷ്യമല്ല, എനിക്ക് പേടിയാണ്. ഞാൻ എന്ത് നല്ല ചെയ്തിട്ട് കാര്യമില്ല, ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം വൈജയന്തിയോട് സംഭവം പറഞ്ഞതും വൈജയന്തി തന്നോട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നീ ഇനി വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും നീ ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ടല്ലോ ആൻറ്റിയോട്. അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അങ്കിളിനോടും കൂടെ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരി, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഫോൺ കട്ട് ചെയ്യണേ. അതിന് ശേഷം പിന്നീട് പ്രമോൾ കാണിച്ചിട്ടുള്ളത് രോഹിത്തും അലീനയും മുഖാമുഖം കാണുകയാണ്. എന്നിട്ട് അലീനോട് ചോദിക്കുകയാണ്, നീ എല്ലാതും അമ്മനോട് പറഞ്ഞു കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്ത് വിചാരിച്ചു, ഞാൻ നിൻ്റെ അമ്മനോട് ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്നാണോ നീ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ചെയ്തതിലൊരു തരി പോലും കുറ്റബോധമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നിന്നെ ഞാൻ കരയിപ്പിക്കും. നീ അത് ഓർത്തിരുന്നോ? എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നതായിട്ട് പ്രമോല് കാണിക്കുന്നില്ല. പക്ഷേ അലീന കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് അലീന അവിടെ നിന്ന് താഴത്തേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രമോല് അത്ര 2 ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.